അജയുടെ കുട്ടിയുടെ അച്ഛൻ ആരാന്ന് അറിയണോ? ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷേ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ഡീല് ചെയ്യുന്ന വെച്ചാൽ എനിക്കത് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റൂന്നാണ്, ഞാൻ പറ്റൂന്ന് തന്നെ പറയും, ഞാനത് ചെയ്യുകയും ചെയ്യും. അതുപോലെ ചെയ്തതാണ്. അതിൻ്റെ കയ്യിൽ എനിക്ക് ഇവരുമായിട്ട് മാനസികമായിട്ട് ഒരു അടുപ്പമില്ല. ഇവര് എനിക്ക് തന്ന ക്യാഷ് എത്ര ആണെന്ന് പറയട്ടെ ഞാൻ. ഓ ബിജു പ്ലീസ് ഡോണ്ട് നോ പറയരുത്. നിങ്ങൾക്ക് ഞാൻ തന്ന കാശിനെ പറ്റി സംസാരിക്കരുത്. പറ്റത്തില്ല. എനിക്ക് എത്ര രൂപ കിട്ടിയെന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ ഈ വീഡിയോ പറയാതെ പോകത്തില്ല. ഉള്ള കാര്യം പറയല്ല, ഞാൻ പറഞ്ഞിരിക്കും. കാരണം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഇനി ഇത് സഹിക്കാൻ വയ്യ. കഴിഞ്ഞ വീഡിയോ ഇട്ടണം തൊട്ട് അതിന്റെ താഴെ വന്ന് കിടന്ന് നിനക്ക് എത്ര രൂപ കിട്ടിയെന്ന് കിട്ടി ഉള്ള കാര്യം കിട്ടി എന്തോന്ന് പ്രൂഫ് ചെയ്തൊക്കെ ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിക്കാം. കിട്ടി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ പ്രസന്റിൽ ലഹരി ഉപയോഗം ആരെങ്കിലും ഉണ്ടോ, അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ മറച്ചു വെച്ചതിനും, പിന്നെ ഈ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയുടെ ആരോപണം ഉണ്ടല്ലോ, ആ ആരോപണത്തിന് നമ്മൾ വലുതായിട്ട് ശബ്ദം ഉയർത്താതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം, ഞാൻ ഈ 2 കാര്യത്തിന് എൻ്റെ വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വീഡിയോയുടെ താഴെ വന്നിട്ട് ദിയാ സനയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ കിട്ടി, അപ്പൊ പിന്നെ കിട്ടിയ വിവരം നിങ്ങൾക്ക് കൂടെ തരാമല്ലോ. കിട്ടിയതിന്റെ പകുതി നിനക്ക് തരാടാ. എനിക്ക് 2 വടേ പോതും, ഒരു വട ഉണക്കും ഉങ്ങളോட ഫാമിലിക്ക് தான் நான் டெடிகேட் பண்ணி விட்டுருக்கேன். ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ തരാം. അടി പിടി വെടി പോകാൻ മണം നാറ്റം. അവസാനം സജിനയുടെ ഈ വിഷയത്തെക്കുറിച്ച് നാറ്റം മാത്രമേ എല്ലാവരും കാണുന്നത്. കാരണം ചെളിയാണ്, തീട്ടമാണ്, നാറ്റത്തിൽ കുറഞ്ഞ വേറെ ഒന്നും നമുക്ക് ഈ ഒരു സാധനത്തിലേക്ക് എടുക്കാനില്ല. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം, ഈ സജിൻ ഒരു വീഡിയോ ചെയ്തപ്പെടുത്തിന് റോഷ്നി എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ റോഷ്നിയുടെ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവന്നുള്ളൂ. അങ്ങനെ ഇരിക്കുക റോഷ്നിയെ കുറിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത് മാഫിയ, സ്വർണം ഫ്ലൈറ്റിനകത്ത് ബാഗിന്റെ തുളയ്ക്കകത്ത് കയറ്റി കൊണ്ടുവന്നിരിക്കുന്നൊരു കാര്യം മുമ്പ് കൊണ്ടുവന്ന കാര്യം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്വർണ്ണമൊക്കെ വിറ്റ് പിറക്കി ആരെങ്കിലും മോതിരവും റിങ്ങൊക്കെ ആയിട്ട് ഇട്ട് കാണുമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും വരുന്ന. അൺഫോർച്ചുനേറ്റ്ലി അത് വെറും ഫെയ്ത്ത് എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വോയിസ് ക്ലിപ്പ് സംഭവം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ സജന വെറുതെ പറഞ്ഞൊന്നുമല്ല, നിങ്ങൾക്ക് ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവമേ പൊറുക്കണേ. പക്ഷെ നിങ്ങളെക്കുറിച്ച് നല്ലതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞല്ലോ സജിനയുടെ ഇട്ടാവട്ടത്ത് ഇപ്പൊ നീ തിരിഞ്ഞു നിൽക്കുന്നവരെല്ലാവരും സജിനയുടെ ഈ കള്ളക്കളിക്കും കൊള്ളരുതായ്മയ്ക്കും തന്തയില്ലായ്മയ്ക്കും കൂട്ടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് ഓ വാ വാട്ട് എ ബ്യൂട്ടിഫുൾ, നല്ലൊരു കുട്ടി, അങ്ങനെയൊന്നും ആർക്കും പറയാനായിട്ട് പറ്റത്തില്ല. ഓൾ ആർ വേസ്റ്റസ്, അത്രേ ഉള്ളൂ. അങ്ങനെ മാത്രം പറയാൻ ഈ ഒരു കാര്യത്തിൽ ഉള്ളൂ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടേ ഈ പല സ്റ്റോറികൾ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ല. ആരുടെ കൈ തട്ടി വീഡിയോ കോൾ ചെയ്തു എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ വീഡിയോ ആയിട്ട് വരും, വീഡിയോ ആയിട്ട് വന്നിട്ട് രാത്രി ആകുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ ചെയ്ത് കളിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ ക്ലാരിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന്. ഇതിനകത്ത് സജിന ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി, ദിയാസനയുടെ ചാറ്റ്, കുറേ മെസ്സേജസ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ദിയാസനയുടെ കയ്യിൽ നിന്നും 1:42 PM ഒരു വീഡിയോ കോൾ അങ്ങോട്ട് പോയേക്കുന്നു. തിരിച്ച് 2:30 ഒരു വീഡിയോ കോൾ ഇങ്ങോട്ട് വന്നേക്കുന്നു. നോ ആൻസർ. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടില്ല. ഇതെന്താ കളിക്കുന്നാടെ? നിങ്ങൾ വാട്സപ്പ് ആക്റ്റീവ് ആണോ അതോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുവാണോ? ജസ്റ്റ് പ്രൊഫൈൽ പിക്ചർ 1 ടച്ച് ക്ലിക്ക്. അപ്പോൾ അറിയാം, ഉണ്ടെന്ന് കാണിക്കും, ഇല്ലെങ്കിൽ നോ പ്രൊഫൈൽ പിക്ചർ ഫൗണ്ട് എന്ന് കാണിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്നെ ബ്ലോക്ക് ചെയ്ത്. ഇത്രയും ഞാൻ ഒരു കാര്യം ഇവിടെ, ചെറിയ ഇഷ്യൂ എന്നെ സംബന്ധിച്ച് ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പോഴേ വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് അവൻ്റെ വഴിക്ക് വിടുന്നവനാണ് ഞാൻ. ഇത്രയും വലിയൊരു വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണത്തിൻ്റെ എക്സ്ട്രീം ലെവലിലെ സാധനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും റസൂൽ പൂക്കുട്ടി ഇങ്ങനെ ദൂരെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. റസൂൽ പൂക്കുട്ടി മാത്രമല്ല, പുള്ളിക്കാരൻ്റെ വൈഫ്, പിള്ളേർ എല്ലാവരും ബാക്കിലിരുന്ന് ഇയാൾ സിംഹത്തിനെ കണക്ക് മുന്നിലിരുന്ന് ഈ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ തമ്മിൽ ഒരു ബ്ലോക്കും ഇല്ല, ഒരു പരിപാടിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ ചെയ്ത് കളിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ താണ്ടെ സജിന ഇട്ടിരിക്കുന്ന സ്റ്റോറിയുടെ താഴെ എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ ഒരു കോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ദയവായിട്ട് പറയരുത് ഞാൻ അങ്ങോട്ട് വിളിച്ചതാണെന്ന്, പ്ലീസ്. അതിനുള്ള തെളിവാണ് ഞാൻ ഈ ഇട്ടിരിക്കുന്നതെന്ന്. സ്ക്രീൻഷോട്ട് എടുത്തതിൻ്റെ ഇടയിൽ അങ്ങോട്ട് കോള് പോയി. ഇതിൻ്റെ ഒരു ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഈ കയ്യിലിരിക്കുന്ന ഐഫോണാണ്. അപ്പോൾ ഐഫോണിനകത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഞെക്കണം. കോള് പോയി കണ്ടാ ഇവിടെ ക്ലിക്ക് ചെയ്യപ്പെടുത്തേക്കിനെ ഫോൺ വിചാരിച്ചാണ് ചിലപ്പോൾ കോളാണ് വിളിക്കുന്നത്. അങ്ങനെ എങ്ങോട്ട് പോയതായിരിക്കും. അയ്യോ ഐഫോണിൻ്റെ ഉടമസ്ഥൻ ആരാ നിങ്ങൾക്കറിയോ? എനിക്കറിയത്തില്ല.
അവനെ വിളിച്ച് കണ്ടിട്ട് പറയണം, തോന്നിയാതെ കാണിക്കരുത്. ഇവിടെ ഇത്രയും വലിയൊരു വിഷയം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കോളിൽ നിങ്ങൾ എന്തിന് അനുമതി കൊടുത്തു എന്ന്. പാവം പെണ്ണ് സ്ക്രീൻഷോട്ട് എടുത്തപ്പോഴത്തേക്കാണ് വീഡിയോ കോൾ പോയേക്കുന്നതെന്ന്. എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട് കേട്ടോ, എനിക്കറിയാവുന്ന ഈ സെറ്റിങ്സ് മാത്രം. ഇനി അതുകൂടാതെ നമ്മുടെ ആൻഡ്രോയിഡ് കണക്ക് 3 വരെയും 4 വരെയും നടുക്കത്തെ വരെ ഇട്ട് വരയ്ക്കുമ്പോഴത്തേക്കും വല്ല സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഫെസിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐഫോണിനകത്ത് 17 Pro Maxനകത്ത് അത് വല്ല എനിക്ക് ഒരു പരിപാടി എനിക്കറിയത്തില്ല. ഉപയോഗിക്കുന്ന മൊത്തം ഈ സാധനം ആൻഡ്രോയിഡ്. നമ്മുടെ കയ്യിൽ ഇതാണ് ഈ വഴങ്ങുന്നത്. അല്ല, വിഷയത്തിൽ നിന്ന് തെന്നിത്തുപ്പി മാറുന്നില്ല. സജിന പറയുന്ന പോലെ മാറരുത്, വിഷയത്തിൽ നിന്ന് മാറരുത്. ഞാൻ എങ്ങനെ ഒരു സൈഡിൽ കൂടെ മാറിപ്പോയി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. ഒരു ഹൈപ്പ് കൊടുക്കാനുള്ളവർ കുറേ പേര് വീണ്ടും ഇന്നും ചോദിക്കുന്നത് ഹൈപ്പ് എങ്ങനെ കൊടുക്കുന്നത്. 2020 ഞാൻ ജീവിക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന വാണങ്ങളെ, ഐ എം റിയലി സോറി ഫോർ ദാറ്റ് കോൾ വാണം. ഐ എം റിയലി സോറി, എക്സ്ട്രീംലി സോറി. 3 സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മിണ്ടായിരുന്നു, അത്രയും മതി. എടാ, ഈ കമൻറ്റ് ബോക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ, ഈ കമൻറ്റ് അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഹൈപ്പ് വരും. അങ്ങനെ കമൻറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ, താല്പര്യം ഇല്ലെങ്കിൽ മാത്രം അങ്ങനെ ആരും മാറി പോകണ്ട. ജസ്റ്റ് ഇങ്ങനെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ ആയിരിക്കുമല്ലോ കമൻറ്റ് ബോക്സ്. അത് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുക. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ പോയി ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഹൈപ്പ് എന്നുള്ള സാധനം കൊടുക്കുക. വീക്കിലി 3 എണ്ണം ഉണ്ട്. 3 എണ്ണം എൻ്റെ വീഡിയോയ്ക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന രീതി ഞാൻ നിൽക്കത്തില്ല, ഞാൻ പറയുന്ന രീതി നിങ്ങൾ നിൽക്കത്തില്ല. മനസ്സിലായല്ലോ? എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിനെ തുടർന്ന് അടുത്തൊരു സ്ക്രീൻഷോട്ട് ആരിട്ടിരിക്കുന്നു? നമ്മുടെ സജിന നൂറ തന്നെ ഇട്ടിരിക്കുന്നു. അടുത്തൊരു ഫോട്ടോ ദിയ സന ബിഗ് ബോസ് പുള്ളിക്കാരുടെ നമ്പറിൻ്റെ അവസാനത്തെ ഒരു 3, 2, 5 ഭാഗം വെച്ചിട്ട് ഒരു സംഭവം എടുത്ത് പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മിസ് കോൾ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കോംപ്രമൈസ് ആണെങ്കിൽ നടക്കില്ല മോളെ. ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ആരെങ്കിലും വീഡിയോ കോൾ ചെയ്തിട്ട് കോംപ്രമൈസ് ശ്രമിക്കുമോ? അതെങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കോംപ്രമൈസിനെ ശ്രമിക്കുന്നത്? വീഡിയോ കോൾ ചെയ്തിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ലല്ലോ. അത് തിരിച്ചു കുഴപ്പമില്ല പോലെ ഞാൻ ഓക്കെ, നീ ഓക്കെ, അങ്ങനെ വല്ലതാണോ? അങ്ങനൊന്നും അല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ട് വൈ ആർ ചോയ്സിങ് വീഡിയോ കോൾ? ഫക്കിങ് തലയൊട്ടി എന്നുള്ളത് അത്രേ ഉള്ളൂ എനിക്ക് അവസരത്തിൽ പറയാനായിട്ട്. അപ്പൊ അതിനുശേഷം ദിയാസന ദിയാസനയുടെ സ്റ്റോറി വീണ്ടും സജിനയുടെ വീണ്ടും സ്റ്റോറി. എനിക്കറിയാം ഇവരെല്ലാം സ്റ്റോറി ഇട്ട് കളിക്കുന്നത് ഒരു സ്പെസിഫിക് സാധനം, ഒരു ടോപ്പിക്ക് പിൻ ചെയ്തെടുത്ത് വെച്ചിട്ടാണ് പുള്ളിക്കാരിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞതൊന്ന് കാണാൻ എഴുതിയേക്ക് സാധനം. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ലടാ, സോറി. ഒടുവിൽ ദിയാസനയുടെ കാല് പിടിച്ച് സജിന നൂറ ആ മെസ്സേജ് പുറത്ത്, ദിയാസനയുടെ കാല് പിടിച്ച മെസ്സേജ് പുറത്ത് നമ്മൾ ഇന്നലത്തെ വീഡിയോക്കകത്ത് കാണിച്ചില്ലേ ആ സാധനം. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പുള്ളിക്കാരി പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായ അതിലും ഭേദം ഞാൻ പോയെന്ന് മരിക്കുന്നതാണ് നല്ലത്. എന്തായാലും നല്ല രീതിയിൽ ദിയാസന ക്യാഷ് ഇറക്കുന്നുണ്ടെന്ന് ഇതോടെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് പറയേണ്ടത്. എത്ര രൂപ കിട്ടിയെന്നല്ലേ? ഡോളേഴ്സ് ആയിരുന്നു, ഡോളേഴ്സ്. ദിയാസന ട്രംപിനെ വിളിച്ചു പറഞ്ഞു, ട്രംപ് ഡയറക്റ്റ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. നരേന്ദ്രമോദി ബന്ധപ്പെടാ. ഞാൻ ഒരു കോളിതാ ഈ കട്ടിൽ കിടന്നുകൊണ്ട് ഒറ്റ കോള്, ഈ തലകണ്ണടിച്ച് ചാരി വെച്ചിട്ട് ഒറ്റ കോള്, ദിയാസന പ്ലീസ് കണക്ട് നരേന്ദ്രമോദി ആൻഡ് ട്രംപ് ആൻഡ് ഗീവ് സം മണി ഫോർ ദാറ്റ് യുവർ വീഡിയോസ് എന്ന് പറഞ്ഞു. ഓൺ ദ സ്പോട്ട് ഞാൻ പറഞ്ഞതും അവരപ്പോഴേ അവിടെ തർജ്ജിമ ചെയ്ത് അവിടെ വിടുകയും വിത്തിൻ സെക്കൻഡ്സ് ഇന്ത്യൻ ധനകാര്യമന്ത്രി വഴി എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു വീണു. ഡോളേഴ്സ് ആൻഡ് ഡോളേഴ്സ്. 1 രൂപ പോലും ടാക്സ് പിടിക്കാനോ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിടിക്കാനോ ഞാൻ ഒപ്പിച്ചു. ഫക്കിംഗ് റേഞ്ച് ആയോ? നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല എൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന്. ആർക്കും മനസ്സിലാവത്തില്ല. കാരണം ഇപ്പോൾ ഒരു 4-4.5 കട്ട റേഞ്ച് ഉണ്ട് 5Gയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടുള്ളൊരു ഡിമാൻഡാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി കൂടെ വായിക്കാം. ആ ഇറക്കാമല്ലോ, ക്യാഷ് ഒത്തിരി ഉണ്ടല്ലോ. എം ഡി എന്ന് വെച്ചാൽ എന്തുവാ? എം ഡി എന്ന് വെച്ചാൽ എന്തുവാ? അല്ല, എം ഡി എന്ന് വെച്ചാൽ എന്തുവായിരുന്നു? എം ഡി എന്തുവായിരുന്നറാ? ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറാം. നമ്മൾ പാവം 3 കോടിയും മേടിച്ച് വീട്ടിലിരിക്കുവാണല്ലോ. പാവങ്ങൾക്കാണല്ലോ എന്തായാലും 3 കോടി കിട്ടിയത്. അതോർത്ത് എനിക്കൊരു സമാധാനിക്കാം. ഞാൻ ഇത്ര നാൾ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മുടെ അൽഫുഡി സൂരജും ടോണി അച്ചായനും അങ്ങനെയുള്ളവരൊക്കെയാണ് പാവങ്ങളെ സഹായിക്കുന്നത്. സജിന എന്ന് പറയുന്ന പോലെ ഒരു പാവത്തിനെ സഹായിക്കുന്നത് റസൂൽ പൂക്കട്ടി സാറുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നെഞ്ചിനുള്ളിലൊരു താളം. ആ താളം കേൾക്കാൻ നിങ്ങൾ, താളത്തിൻ്റെ മേളം കേൾക്കാൻ സജിനയും. അങ്ങനെയാണ്
എല്ലാം വായി വരുന്നത് കേട്ടോ, ഒറ്റയടിക്ക് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ശേഷം ദിയാസനയുടെ അടുത്ത സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഈ പുള്ളിക്കാരെ ഇട്ട സ്റ്റോറിയെ വീണ്ടും കോപ്പി ചെയ്തെടുത്തിട്ട് അങ്ങോട്ട് വന്ന് വീഡിയോ കോൾ ആരും കാണാതെ പോകരുതേ, ബാക്കി വഴിയെ പറയാം, കോംപ്രമൈസ് തേങ്ങ. പിന്നെ നിങ്ങൾ എന്തിനാ വീഡിയോ കോൾ ചെയ്ത സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ ദിയായിട്ടുള്ള വീഡിയോകൾ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് വീഡിയോ കോൾ നടത്തിയെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഇരിക്കുക, ദിയാസനയുടെ ഒരു ലൈവ് കുറച്ച് മുമ്പ് വന്നായിരുന്നു, കുറച്ച് മുമ്പ്. ഞാനതൊന്ന് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ദിയാസനയ്ക്ക് മെസ്സേജ് ഇട്ട്, ഞാനങ്ങ് പറഞ്ഞേക്കട്ടെ എത്ര രൂപ കിട്ടിയെന്നുള്ളതൊന്നും. അവർ പോഷൻ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. അച്ഛയുടെ കുട്ടിയുടെ അച്ഛൻ ആരാന്ന് അറിയണോ? നോട്ട് റസൂൽ പൂക്കുട്ടി. ഇത്രയും കാലം സജിനെ എങ്ങനെ സഹിച്ചു ചേച്ചി? എനിക്ക് അയ്യോ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓണസ്റ്റ് ആയിട്ട് പറയാം. 1.5 വർഷത്തിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-15 വട്ടം അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ ഇവരെ. അല്ലാതെ കൂടുതൽ അറിവൊന്നുമില്ല. ഇവരുടെ കൂടെ ഗ്യാദർ ചെയ്തത് ഒരേ ഒരു ദിവസമാണ്. അത് നമ്മളൊരു 10-45 പേര് വയനാട് ഇതിന് പോയ സമയത്ത് ട്രിപ്പ് പോയില്ല, ബിഗ് ബോസ് കണ്ടസ്റ്റൻസ്. അപ്പോ അല്ലാതെ ഈ സ്ത്രീ ആയിട്ട് ഒന്നും അറിയില്ല മോനെ. ഈ സ്ത്രീ ഗ്യാദർ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സ് ഇങ്ങനെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് കൂടിയിരിക്കുന്ന സമയത്തൊക്കെ ഉള്ള കാഴ്ചകളല്ലാതെ ഈ പറഞ്ഞ ഇയാള് വിളിച്ച് എന്താ പറയാ, റസൂൽ പൂക്കുട്ടി വിളിച്ച് ചോദിക്കും നമ്മളടുത്ത്, അങ്ങോട്ട് പോവാനൊക്കെ പറയും, ഇവളെ ആത്മഹത്യക്ക് ശ്രമിച്ചു, ഇവള് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പോയതല്ലാതെ അറിയില്ല. എന്തായാലും ലോങ് ഡിസ്റ്റൻസിലുള്ള ഫ്രണ്ട്സ് ആണല്ലോ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് പോകുന്നത്. അതെനിക്ക് അത്ര വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കിന് നമ്മൾ തമ്മിൽ ഒരു ഇന്റിമസി ഉള്ളത് കൊണ്ടും. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ എങ്ങനെ ദിയാസനയുടെ നമ്പർ കിട്ടി? എങ്ങനെ കിട്ടി? ഗ്യാദർ ചെയ്യുന്നതിനിടയിൽ കൊടുത്തതായിരിക്കില്ലേ? അല്ല, ഗ്യാദർ ചെയ്യുമ്പോൾ റസൂൽ പൂക്കുട്ടി ഇല്ലല്ലോ. ചിലപ്പം വല്ല പെട്ടിക്കകത്തടച്ച് കൊണ്ടുവന്ന് കാണുമായിരിക്കും. നിങ്ങൾ യൂട്യൂബേഴ്സ് വയനാട് ഗ്യാദർ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് കൂടെ പെട്ടി കൊണ്ടുവന്നാണ് ഉറപ്പായിട്ടും. വിത്ത് ഓസ്കർ സാധനം പിടിച്ച് പെട്ടിക്കകത്തിരുന്നാണ് പുള്ളി, ഉറപ്പായിരിക്കും. അങ്ങനെ എങ്ങാനും ചിലപ്പോൾ നമ്പർ കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ സജന തന്നെ കൊടുത്തതായിരിക്കും. ഷീസ് മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, ഇതാണ് അവളുടെ നമ്പർ. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പരിപാടി ചെയ്യും. കോൾ ഹർ ഇമ്മീഡിയറ്റ്ലി എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയണമെന്ന്. ടു പുട്ട് കട്ട്, താഴെ വീഴ്ത്താനായിട്ട് അല്ലേ? ഒന്നും അങ്ങോട്ട് തിരിയുന്നില്ല. നിങ്ങൾക്ക് തിരിയുന്നോ? എനിക്കേ തിരിയുന്നില്ല, എനിക്ക് പോലും അറിയത്തില്ല. പൂക്കുട്ടിയോട് രക്ഷപ്പെട്ടോ പോയ അയാളെ കാണാനില്ലല്ലോ, അയാള് പോകില്ലല്ലോ. അയാളല്ലേ നമ്മളുടെ കഥയിലെ കഥാനായകൻ. സജനയൊക്കെ കഴിഞ്ഞില്ലേ? നീ എവിടെ വർക്ക് ചെയ്യുന്നു? എനിക്കൊരു ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും ഈ ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളിത് കാണണം, നിങ്ങളിത് കേൾക്കണം. ഞാനും എൻ്റെ വീഡിയോയിൽ ഒരു തവണ പറഞ്ഞു, പുള്ളിക്കാർക്ക് ജോലി വല്ലതും ഉണ്ടോ? ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ലഹരിയുടെ ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൽ നിന്നാണോ പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന രീതിയിൽ പറയാതെ പറയുന്നൊരു സാധനം ഞാനും പറഞ്ഞു. പക്ഷെ എനിക്കറിയാൻ സാധിച്ചത് പുള്ളിക്കാരിക്ക് ജോലിയുണ്ട്, പുള്ളിക്കാരി ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണ്, അതുമായിട്ട് പുള്ളിക്കാരിക്ക് ഒരു ഇൻകം ഉണ്ട്, പല രീതിയിൽ പുള്ളിക്കാരിക്ക് വരുമാനമുണ്ട്. അതിലൊന്നും ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ അറിഞ്ഞ കാര്യം കേട്ടോ, ഉള്ള കാര്യം ഞാൻ അറിഞ്ഞ കാര്യം. അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് പറയണം. ഉള്ള കാര്യം നമ്മൾ ഉള്ളതുപോലെ പറയണം, ഇല്ലെങ്കിൽ പറയാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ബാക്കി പുള്ളിക്കാരി തന്നെ പറയട്ടെ. എന്തെങ്കിലും താ, എന്നിട്ട് എന്നെ ജീവിതം എന്നെ നോക്ക്, ഞാൻ പാവല്ലേ. ഈ ജോലി എന്താ എന്ന് വന്ന് ചോദിക്കുന്നത് നമ്മളെ കുത്തുന്ന ഒരു രീതിയായിട്ട് എനിക്ക് മനസ്സിലായത്. മുമ്പ് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവരൊക്കെ എന്ത് ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റിയായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിനെ എന്താ പറയാ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നെന്നുള്ള ഒരു സാധനം ഞാൻ ഈ അടുത്ത സമയത്ത് അറിയുന്നത്. അപ്പോഴും എനിക്ക് ആദ്യമൊന്നും മനസ്സിലായിട്ടില്ല ഇവരെന്താ ഇങ്ങനെയൊക്കെ നമ്മളെ അനലൈസ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ അനലൈസ് ചെയ്യുന്ന ആൾക്കാർ അനലൈസ് ചെയ്തോളൂ. എന്റെ പ്രൊഫൈലിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്ന തൊഴിലും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്കും വായിക്കാൻ പറ്റുന്നവരൊക്കെ എന്റെ തൊഴിലേക്ക് കണ്ടുപിടിച്ചിട്ട് വരിക. അല്ലാതെ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ബിഗ് ബോസ് ശ്രീനി, പേളി, ദിയ കൂട്ടുകെട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. താങ്ക് യു സബറി. എനിക്ക് തന്ന ക്യാഷ് എത്ര ആണെന്ന് പറയട്ടെ ഞാൻ? ഓ ബിജു പ്ലീസ് ഡോണ്ട്, നോ പറയരുത്. നിങ്ങൾക്ക് ഞാൻ തന്ന കാശിനെ പറ്റി സംസാരിക്കരുത്, പ്ലീസ് ഡോണ്ട് ചെയ്യരുത്. നിങ്ങളത് പറയരുത്. പബ്ലിക്കിലൊക്കെ വന്ന് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ ആകെ സ്കാഡ് ആവുകയാണ്, മനസ്സിലായില്ലേ? സജിനാനോട് പറയുന്നത് ചേച്ചി അങ്ങോട്ടാണ് വാട്സപ്പിൽ മെസ്സേജ് ലൈവ് വന്നപ്പോഴത്തേന് ഞാൻ മെസ്സേജ് അയച്ചു, എനിക്ക് വേണ്ടി തന്ന പൈസ എത്രയാണ്. കാരണം ഈ ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ സജിനല്ലോ, എന്ത് നിങ്ങളുടെ പേര്? ദിയാസന. എല്ലാം ഒരു ഫ്ലോയിലുള്ള പേരുകളാണല്ലോ, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിക്കൂടെ? അപ്പം ദിയാസന
എന്തോ ഞാൻ എന്തോ പറഞ്ഞു വന്നേ ഞാൻ ചെന്നിട്ട് ചോദിച്ചു പൈസ എത്ര കിട്ടി എന്നുള്ള കാര്യം. നമുക്ക് പൈസ കോപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയില്ല. പൈസ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ജനുവിനായിട്ട് വീഡിയോ ചെയ്തു, നമ്മൾ ആ രണ്ടറ്റത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അതിനകത്ത് നമ്മൾ ദിയാസനയുടെ കാര്യം പറഞ്ഞു. ദിയാസന നീ മറ്റേ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ സർട്ടിഫിക്കറ്റ് നമുക്ക് കണ്ട, നിങ്ങൾ പാസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം, ഉപയോഗിച്ചിട്ടില്ലായിരിക്കാം, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അങ്ങനെ പാസ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളവരെ നോക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു അരിപ്പ എടുത്തങ്ങോട്ട് കോറി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ വീടുന്നത് ചിലപ്പോൾ 3-4 മാത്രമേ ഉള്ളായിരിക്കും. എല്ലാവരും ഒന്ന് പോകുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതായിരിക്കും ഞാൻ പോകുന്നത്. പോടാ സോ ബ്രില്യൻ്റ് ആയും. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൻസറുകൾ എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാവൂ. അപ്പോൾ പിന്നെ അങ്ങനെ ചോദിച്ചത് കൊണ്ട് സജിനെ, ഓക്കെ സജിനല്ല ദിയാസന, ഓക്കെ പൊങ്ങി പോകുന്ന പോട്ടെ ദിയാസന, ഇല്ലെങ്കിൽ ആ വലയ്ക്കകത്തൂടെ ഊർന്ന് താഴെ വീടുന്നെങ്കിൽ വീണോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ലടേ. നമ്മൾ സജിനെ ഉപയോഗിച്ചില്ല, നമുക്ക് അറിയണ്ട എന്തിന് അതിന്റെ തെളിവ് വേണ്ട. സജിനെ പോയി മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആർക്ക് കാണാൻ? സജിനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആർക്ക് കാണാൻ? സജിനല്ലല്ലോ, ദിയാസനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആർക്ക് കാണാനായിട്ട്? ഇവിടെ ആർക്കും കാണണ്ട ബ്ലഡ് ടെസ്റ്റ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. വല്ല ഡോക്ടർ വല്ലതും ചോദിക്കുമ്പോഴത്തേക്കും ബ്ലഡ് ടെസ്റ്റ് എടുത്ത് അവർക്ക് കൊടുക്കും. വല്ല ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഉണ്ടെങ്കിൽ അവർ നോക്കിയിട്ടല്ലാതെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് കട്ടായം. ഇനി ഈ ടോപ്പിക്ക്, ഈ സാമാനം ബ്ലഡ് ടെസ്റ്റ് ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ ഇതിനകത്ത് കൊണ്ടുവരത്തില്ല. എൻ്റെ മെത്ത സത്യമായിട്ടും പറയാം, ഈ സാമാനം ഞാൻ ഇനി ഇവിടെ കൊണ്ടുവരത്തില്ല. ഈ മെത്തയല്ല കേട്ടോ, ഈ ബ്ലഡ് ടെസ്റ്റ്, ദിയാസനയുടെ ബ്ലഡ് ടെസ്റ്റ് ഇവിടെ കാണണ്ട. നമുക്ക് ക്രോസ് വെരിഫൈ ചെയ്ത് സാധനം ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീക്രട്ട് ഏജന്റിലെ ചാനലിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഈ ആരുടെയായിരുന്നു ഇവരൊരു മറ്റേ ഉന്നയിച്ചില്ലായിരുന്നോ മറ്റേ സ്വർണ്ണക്കടത്ത്? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, റോഷിനി. അടിപൊളി സാധനം കണ്ടുവാ. ഹലോ, എടാ ഞാൻ മെസ്സേജ് അയച്ചതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണം. എനിക്കത് എൻ്റെ ക്ലിയർ ചെയ്തേ പറ്റൂ. കാരണം ഞാൻ ഈ ഒരുമാതിരി കേൾക്കണേനൊക്കെ ഒരു വാശി എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ വാശിക്ക് പറയാം, അവർക്ക് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഗവൺമെന്റിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടും ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടും അവർ ചെയ്ത ഒരു കള്ളത്തരം. മറ്റവർക്ക് എന്ന് വെച്ചാൽ അവരുമായിട്ട് എന്തോ പൈസയുടെ എന്തോ അവർ തമ്മിൽ എന്തോ ഇടപാടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെന്തോ കൊടുക്കാതിരിക്കുക, അത് ഞാൻ അറിയേണ്ട ആവശ്യമുള്ള കാര്യമല്ല. എനിക്ക് ഒരു വർക്ക് കിട്ടി, ഇന്നൊരു സാധനം ഒരാൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കണ ഈ സാധനം ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്നാണെങ്കിൽ അവരതിൻ്റെ എത്രയെന്ന് ശരിക്കും എൻ്റെ പേയ്മെന്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇവരല്ല, ഈ ലോകത്തെ ഏതൊരു മനുഷ്യൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഡീല് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കത് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റൂന്നാണ്, ഞാൻ പറ്റൂന്ന് തന്നെ പറയും, ഞാനത് ചെയ്യുകയും ചെയ്യും. അതുപോലെ ചെയ്തതാണ്. അതിൻ്റെ കയ്യിൽ എനിക്ക് ഇവരുമായിട്ട് മാനസികമായിട്ടൊരു അടുപ്പമില്ല. ഇവരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, മനസ്സിലായില്ല. എനിക്ക് ഇവരെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ്. ഇപ്പം എനിക്ക് ഈ വർക്ക് പറഞ്ഞ ആൾക്കാരെയും എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് നിക്കക്കളിയില്ലാത്തൊരു സമയമായിരുന്നു. ഞാനത് ഓക്കെ പറഞ്ഞ് ചെയ്തു. പക്ഷെ അത് ഇത്രത്തോളം ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ട് പോകുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. സത്യത്തിൽ അത് ചെയ്തതിന്റെ പേരിൽ അതെന്താ വേസ്റ്റ് സിറ്റുവേഷനിലോട്ട് പോകത്തില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള കാരണം? കൊണ്ടുവന്നത് ഗവൺമെന്റിന്റെ അംഗീകൃതത്തോടു കൂടി പെട്ടിക്കകത്ത് വെച്ചോണ്ടല്ലോ, ഇല്ലീഗലായിട്ടല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ അതെങ്ങനെ പോയാലും വള്ളിയും അതിന് പുറകെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ അയലത്തൂടെ പോയിട്ടില്ലെന്നായിരിക്കും ഈ വീഡിയോ കാണുന്ന എനിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും മനസ്സിലാക്കുന്ന ഒരു സാധ്യത. അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെ രാംകുട്ടി ബാക്കി കൂടെ കേൾക്കാം. അത് വേണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലെന്താണ് അത് ചെയ്യണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു ഇങ്ങനത്തെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേണ്ടായിരുന്നു. ചില ആണുങ്ങൾക്ക് മനസ്സിലാക്കി, രണ്ടെണ്ണം വിട്ട് കഴിയുമ്പോഴത്തേന് തളർന്നിരിക്കുമ്പോഴത്തേന് വേണ്ടായിരുന്നു. പിന്നെ പശ്ചാത്താപ മെനക്കേട് വേണ്ടായിരുന്നു. എൻ്റെ ഒരു ഊർജം പോയി, ഒരു ആരോഗ്യം പോയി. ജിമ്മിലൊക്കെ പോകുന്നവരാന്ന് വിചാരിക്കും, എൻ്റെ ബോഡി പോയി, ഇനി ഞാൻ ഇതിനു വേണ്ടി എത്രത്തോളം വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പശ്ചാത്താപമാണ് ഉണ്ടായത്. അതോ ഒരു ഗേൾ ഫ്രണ്ട് ഇരിക്കുന്ന സമയത്ത് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോയതിന് ശേഷം ഷീസ് മൈ ഗേൾ, അവളെ ഞാൻ ചതിച്ചു, അവളെ ഞാൻ വഞ്ചിച്ചു, വൈ ഐ ഡു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്താപം. ഏത് തരത്തിലുള്ള പശ്ചാത്താപമായിരിക്കും സ്വർണം കടത്തിയതിനു ശേഷം നിങ്ങൾക്ക് തോന്നിയത്? പറഞ്ഞു തരൂ, ഞങ്ങൾക്ക് മനസ്സിലാക്കണം. എനിക്ക് മാത്രമല്ല, എൻ്റെ വീഡിയോ കാണുന്ന കോടാനുകോടി 10-17 ആൾക്കാർ ഇരിപ്പുണ്ട്, അവർക്കൂടെ മനസ്സിലാക്കുന്ന രീതി പറയൂ. ഒരു സംഭവമായി പോയല്ലോ എന്ന് ആ സമയത്താണ് വിചാരിക്കുന്നത്. പക്ഷെ അത് ഇത്രയും പോലും നീളൂലായിരുന്നു. ഈ ദിവസം വരെ പോലും ഇത് നീണ്ടു പോകൂലായിരുന്നു. ഇവര് ചെയ്തത് എന്താന്ന് വെച്ചാല്, പോയത് അവരുടെ മുതൽ തന്നെയാണ്, എനിക്കറിയാം. അവരുടെ മുതൽ പോയാൽ അവർ അന്വേഷിക്കും. അഫ്കോഴ്സ് ഇപ്പൊ എന്റെ മുതലാണ് പോണെങ്കിൽ ഞാനും അന്വേഷിക്കും. ഞാൻ ഇതിന്റെ ഇടയിൽ ഇത് ആരുടെ മുതലാണ്, ഇത് എന്താണ് സംഭവം, ഞാനിതൊന്നുമല്ല. എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞത് കാര്യം, ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് പേയ്മെന്റ് തരാൻ പറഞ്ഞാൽ ഇതിപ്പോ ആരാണെങ്കിലും ആരുടെയും കാര്യം അറിയില്ല, ഞാനത് ചെയ്യും.
കാരണം എനിക്ക് ഇത്ര റിസ്ക് പിടിച്ചിട്ട് നിൽക്കുന്ന എൻ്റെ ലൈഫ് അങ്ങനെയാണ്. എനിക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറായി തന്നെ നിന്നൊരാളാണ് ഞാൻ. അപ്പം അതിൻ്റെ പുറകിൽ എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അന്വേഷിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അത് എൻ്റെ പൊട്ടത്തരാണ്, ഞാനത് ചിന്തിക്കണമായിരുന്നു. അയ്യോ പൊട്ടത്തരങ്ങൾക്ക് ഒരു പരിധിയില്ല ദൈവമേ. പൊട്ടികൾക്കാണല്ലോ കൂടുതൽ പൊട്ടത്തരങ്ങൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആലോചിക്കുമ്പോഴത്തേക്കും പൊട്ടനായിരുന്നത് ഞാൻ ഒറ്റ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പൊട്ടത്തരമായിട്ട് തോന്നുന്നുണ്ട്. പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും അതെ, രമേശ് പിഷാരടി നിയമസഭയിൽ പറഞ്ഞതുപോലുള്ള ഡയലോഗുകളല്ല. പുള്ളിക്കാരനെ സംബന്ധിച്ച് അതൊരു വെടായ ബംഗ്ലാവായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം നിയമസഭ. പക്ഷേ ഒരു ചേഞ്ച് വേണം, നിയമസഭയിൽ നല്ല രീതിയിലുള്ള ചേഞ്ച് വേണം. നിയമസഭ എന്ന് പറയുമ്പോഴത്തേന് മുഖ്യമന്ത്രി ആരാണ്? വി ഡി സതീശൻ ആരായിരുന്നു? നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഒരുപാട് ആൾക്കാർ പ്രചോദിപ്പിച്ച് വേറെ ജയിപ്പിക്കുകയും മുഖ്യമന്ത്രിയാവണം ആഗ്രഹിച്ച ശേഷമാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ടോപ്പിക്കിൽ നിന്ന് ചേഞ്ച് ചെയ്ത് പോകരുതേ, വിഷയം മാറിപ്പോകരുതേ, സജന പറയുന്ന പോലെ വിഷയം മാറിപ്പോകരുതേ, കാര്യത്തിലേക്ക് കടക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ കടക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആ വോയിസ് ക്ലിപ്പിൻ്റെ ഒരു പകുതി, ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ പുള്ളിക്കാരൻ പുറത്തു വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേ ബി ഈ ഒരു വോയിസ് ക്ലിപ്പ് സായി പുറത്ത് വിട്ടപ്പോഴത്തേക്ക് സായിയുടെ അടുത്തേക്ക് കോൾ വന്നു കാണുമായിരിക്കും. ഇനി വിടല്ലേ ഞങ്ങൾ നോക്കിക്കോളാം, അങ്ങനെയൊക്കെ വന്നു കാണുമായിരിക്കും മേ ബി. പോട്ടെ. ഇനി സജന പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഒരു ചെറിയ കാര്യം, ആ ഒരു വിശ്വസ്തത പുള്ളിക്കാരി എത്രത്തോളം വിശ്വസ്തത പുലർത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്, പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും, ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ, എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷേ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. ഇത് എൻ്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരും അത് തന്നെ, അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല, അവരും അത് പറയുന്നുണ്ട്. സജിന ആ വീഡിയോയിലെ ആ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുമ്പോഴത്തേന് ഇത്രയോട് ധൈര്യമായിട്ട് പറഞ്ഞു, ഈ ഒരു സാധനം ആർക്കും കൊടുക്കത്തില്ല, ആർക്കും പോകത്തില്ല എന്ന് പറയുന്നത്. അവിടെ നിന്റെ വിശ്വസ്തത പോയില്ലേ? നീ കാണിച്ച സത്യമെല്ലാം തെളിഞ്ഞില്ലേ? ഇതേ സാധനം നീ പറയുന്നത് എന്താണ്? ദിയാസന പുറത്തു വിട്ടു എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സാധനം, ഈ വീഡിയോ എവിടെ നിന്നാണ് വന്നത്? ഇത് ആരാ എടുത്ത് ഇട്ടത്? നിന്റെ വിശ്വസ്തത എത്രത്തോളം ഉണ്ട്? ദിയാസന രാത്രി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പോഴേ സജന നൂർ പുതിയൊരു വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഫീന ബീവിക്ക് ഒരു ഓഡിയോ, ഒരു മൈനറായിട്ടുള്ള കുട്ടിയുടെ ഓഡിയോ കൊടുത്തിട്ട് അത് ഷഫീന ബീവി പബ്ലിഷ് ചെയ്തിട്ട് സജിന ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ഈ വിഷയം ഒരുപാട് ആളുകളെടുത്ത് CWCക്ക് പരാതിയായിട്ടും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സജിന, ആദ്യം മൈനറായിട്ടുള്ള ഒരു കുട്ടി നിന്റെ അടുത്ത് വന്നിട്ട് ഒരു അബ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ നീ ആ കുട്ടിയെ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടിയിരുന്നത്. നീ അത് ചെയ്തില്ല. BNS ആക്ട് പ്രകാരം അതൊരു വലിയ ശിക്ഷയുമാണ്. ഈ നിങ്ങൾ 2 എണ്ണവും കൂടെ, ഈ ഷഫീന ബീവിയും നീയും, പിന്നെയാണ് പണ്ടാണ് അത് പതുക്കെ ഇപ്പൊ അപ്പമാണ് കേട്ടോ. അപ്പോ സജന നല്ല രീതിയിൽ പേടിച്ചു, നല്ല രീതിയിൽ ഭയന്നിട്ടുമുണ്ട്. എന്നിട്ട് ഇന്റെ നെഞ്ചത്തോട്ടെടുത്ത് വെച്ചേക്കാം, ഞാനത് പബ്ലിഷ് ചെയ്തത്. സജന ആ കുട്ടി സംസാരിക്കുന്ന ഓഡിയോ സജനയുടെ കയ്യിൽ നിന്ന് എവിടെ പോയി എന്നുള്ളത് സജന പറഞ്ഞാൽ മതി. ഓക്കെ. നല്ല കാര്യമായിട്ടുള്ള തലയ്ക്ക് സ്ഥിരതയില്ലാത്ത എന്തൊക്കെയോ കാര്യമായ പ്രശ്നമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നിന്റെ വെല്ലുവിളി. അപ്പൊ ഞാനൊരു കാര്യം പറയണേ, നീ തന്നെ പറയുന്നു എന്റെ വീട്ടിൽ നീ വന്നില്ല ആ ഡേറ്റിന്. ശരി, സമ്മതിച്ചു. നീ തെളിയിച്ചില്ലേടി? നിനക്ക് വയ്യേടി? നിനക്ക് വല്ല മാനസിക പ്രശ്നം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണാൻ പോയി കാണ്. സത്യം, ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെന്നേ, മാനസിക പ്രശ്നത്തെക്കുറിച്ച്. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ പറഞ്ഞുള്ള മാനസിക പ്രശ്നം. എനിക്കും തോന്നുന്നുണ്ട്, രാവിലെ ഒന്ന് രാത്രി ഒന്ന്, ഇതിലേതാ സത്യം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ വീഡിയോ പബ്ലിഷ് ചെയ്തത് സജിന തന്നെയാണ്. കാരണം സജിനയുടെ കയ്യിലാണ് ഈ വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നത്. സജിന തന്നെയാണ് ഇത് ഫോക്കസ്ഡ് ആയിട്ട് ഈ സാധനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അതുവഴി ഷബീന വഴി ഈ സാധനം പുറത്തേക്ക് വന്നു. എന്തായാലും ദിയാസന ഒരിക്കലും ഇതുപോലൊരു വോയിസ് ഷബീനയ്ക്ക് അയച്ചു കൊടുക്കത്തില്ല, കൊന്നാലും അയച്ചു കൊടുക്കത്തില്ല. കാരണം ഷബീനയുടെ വീഡിയോയും ദിയയുടെ വീഡിയോയും കാണുമ്പോഴേ നമുക്കറിയാം ഇവർ തമ്മിൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കാരണം കുറ്റി അടിച്ച് തറയിടുമെന്ന് ഏതെങ്കിലും ഒരാൾ. അപ്പം ഒരു ഹെൽത്ത് സിറ്റുവേഷൻ വെച്ചിട്ട് മിക്കവാറും ഷബീന ബിബി ആയിരിക്കും തറ വീഴാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പം ആ അവസ്ഥയിൽ നിൽക്കുന്ന അവര് ഇങ്ങനൊരു വോയിസ് ക്ലിപ്പ് ഷബീനയ്ക്ക് അയച്ചു. ഷബീന, ഹലോ ഷബീന, താണ്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഇടിവെട്ട സാധനം, നീ കൊളുത്തിയ കത്തും, കേരളം കത്തും, യൂട്യൂബ് നിലയ്ക്കും, പ്രധാനമന്ത്രി നിശ്ചലനാവുമെന്ന് പറഞ്ഞ് തീ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഷബീന ബീവി അവിടെ ഈ പുള്ളിക്കാരി അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇടിവിട്ട സാധനം വളഞ്ഞത് തന്നെ അപ്പോഴേ എടുത്ത് വെച്ച് വീഡിയോ ആയിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണോ നടന്നത്? അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല.
അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഷബീന ബീവിയുടെ വീട് തപ്പി നടക്കുകയാണ് സജീന എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. സജീന അല്ലല്ലോ, ആരാ? ദിയാസന. ഇവര് എന്തൊരു കൺഫ്യൂഷൻ പേരാണല്ലോ നിങ്ങൾക്ക്. ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങളല്ല ഒരേ കണക്കുള്ള പേരുകൾ കൊണ്ടിരുന്നത് എന്തിനാ? വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന രേവതി എന്നോ അല്ലെങ്കിൽ വേറെ ശകുന്തള എന്നോ അല്ലെങ്കിൽ മറ്റേ സ്വർണ്ണം എന്നോ അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി പേരുകൾ കൊണ്ടോ അല്ലല്ല അടുത്തടുത്തുള്ള പേരുകൾ കൊണ്ടായിരുന്നു. വളരെ മ്ലേച്ഛകരമായ പരിപാടിയാണ് കേട്ടോ. അപ്പം തീർന്നിട്ടില്ല. നാളെ പുതിയൊരു തെളിവ് വരുന്നുണ്ട്, ഉറപ്പായിട്ട് എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ, എല്ലാ ദിവസവും എന്തെങ്കിലും തെളിവ് വരില്ല. അപ്പം നാളെ ഓർമ്മ വരുമായിരിക്കുമല്ലോ. അപ്പോൾ ആ തെളിവ് അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ കൊണ്ടുവരും. റിപ്പീറ്റ്ലി കോമഡി അല്ല, ഞാൻ ഒരു കാര്യം പറയാം. പാസ്റ്റിൽ അവരെന്തൊക്കെ അടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. എന്ന് നമ്മളെക്കുറിച്ച് അവർ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ചേക്ക അടിച്ചൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ പ്രസറിൽ ഇതൊരു വിഷയമാണ്. പിന്നെ പ്രത്യേകിച്ച് ആ ഒരു 18 വയസ്സിൽ താഴെയുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു ആരോപണം, അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കിടന്ന് കറങ്ങുന്നു, ഇത്രയും ചർച്ചാ വിഷയമാകുന്നു. എന്തുകൊണ്ട് ഇതൊന്നും ഒരു കേസായിട്ട് ഒരു മെയിൻ സ്ട്രീം ചാനലുകൾ എടുക്കുന്നില്ല? സെൻസേഷണൽ അല്ലേടേ, ആർക്കും വേണ്ടേ? ഇനി ഇൻഫ്ലുവൻസേഴ്സിന്റെ മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആര്? രമേശ് ചെന്നിത്തല. നമ്മൾ പോകുമ്പോൾ പുള്ളിയോട് നേരിട്ട് തന്നെ പോയി പറയണം, സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഒരു മീഡിയയുടെ ID കാർഡ് ഇതാ, ഞങ്ങൾ നോക്കിക്കോളാം. അവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നോക്കുന്നത്, ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും പുള്ളിയോട്. ഞാൻ തന്നെ ഒന്ന് കയറി ചോദിച്ചേക്കാം, ഞങ്ങൾ തമ്മിൽ അടുത്തടുത്ത് ബന്ധമോ, ഞാൻ ചോദിച്ചേക്കാം പുള്ളിയോട് കേട്ടോ. അപ്പം